അയ്യോ സത്യമ്മ. അച്ഛനെ ഞാനൊന്ന് പറയല്ലേ. ഇതാണോ നിങ്ങളുടെ പുതിയ വാടകക്കാര്? വാടക അഡ്വാൻസ് ഒക്കെ കൃത്യമായിട്ട് മേടിച്ചോണം. ഓട്ടോ ഒക്കെ തീരെ കുറവുള്ള സമയോ. താമസം തുടങ്ങി കഴിഞ്ഞിട്ടേ പെട്ടെന്ന് ഇറക്കി വിടാനും പറ്റത്തില്ലല്ലോ. പിന്നെ ഇതിനു മുൻപ് എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചോണേ. അവിടെ വാടക കുടിശ്ശിക വരുത്തിയിട്ട് ഇറക്കി വിട്ടതാണോന്നും നമുക്കറിയില്ലല്ലോ. പാവന്നി, ഇവൻ ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ല. നശിക്കാനായിട്ട് സ്വയം ഇറങ്ങി പുറപ്പെട്ടാ അതിനെ പിന്നെ തടയാൻ പറ്റില്ലല്ലോ. വിഷ്ണു എന്നെ കൊണ്ടാ വീട് നോക്കാൻ വരുന്നതെന്ന് തനിക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോടോ? അതിന് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പരിചയം ഉണ്ടെന്ന് എനിക്കറിയണ്ടേ? അല്ല സത്യം എങ്ങനെ ഇവിടെ എത്തി? ഷോ എന്റെ ദൈവമേ, എല്ലാ കോടാലും വന്ന് കയറുന്നത് എന്റെ പഠനക്കാണല്ലോ. ഞാൻ വിളിച്ചോണ്ട് വന്നതാ. അത് ശരി, ഞങ്ങളെ മനഃപൂർവ്വം ചതിക്കാനായിട്ട് വിളിച്ചു വരുത്തിയതാണല്ലേ? എന്നിട്ട് അതൊന്ന് ന്യായം പറയുന്നേ? അതിന് നിങ്ങളാ വരുന്നതെന്ന് എനിക്കറിയോ? നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച എന്റെ കൂടെ കൂടി ഇരിക്കാനല്ലേ? ആശാൻ ഇവിടെ സത്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. വിഷ്ണുവേട്ടാ, ഇത് എനിക്കും അറിയാതെ സംഭവിച്ച കാര്യമാ. ഈ ബ്രോക്കർ ആണെങ്കിൽ വിഷ്ണുവേട്ടാ വരുന്നെന്ന് പറഞ്ഞതുമില്ല. ആഹാ, ബ്രോക്കറോ? വാടകക്കാരെ കൊണ്ടുവരുന്നവരെ സാധാരണ ഞങ്ങള് ബ്രോക്കർ എന്നാ വിളിക്കാറ്. വാടകക്കാരാരാണെന്നുള്ള വിവരം കൃത്യമായി പറയേണ്ട ഉത്തരവാദിത്തം അവരെ കൊണ്ടുവരുന്ന ബ്രോക്കർമാർക്കുണ്ട്. ആ മര്യാദ നിങ്ങളും കാണിച്ചില്ല. ഇനി ഇതെങ്ങാനും നടന്ന ബ്രോക്കർ ഫീസും ചോദിച്ചോണ്ട് വരുമ്പോഴാ ഈ ജയശ്രീ ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത്. കൊച്ചെ, ആശാന്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അല്ലാണ്ട് എന്നെ ഈ പരിപാടിക്കൊന്നും കിട്ടില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റിന്റെ പണിയല്ലയോ? അതെ, എന്തേലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറ.